അബ്രഹാം മോസ്ലർ ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓരോ ടിക്കറ്റ്സുകളും ഇന്നത്തേത് ഫാസ്റ്റായി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ ടിക്കറ്റ്സിന് എന്താണ് ഡിമാൻഡ് എന്ന്. ഓരോ ഷോക്കും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ടായി പോകുന്ന കാഴ്ച. ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കാൻ വരുന്ന പ്രേക്ഷകർക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയിലൂടെ കാര്യങ്ങൾ പോകുന്നു. ഒരു ജയറാം ചിത്രത്തിന് ഇത്ര വലിയ വരവേൽപ്പ് കിട്ടാനുള്ള കാരണം മെഗാസ്റ്റാറിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ തിയേറ്ററിൽ ഇൻ്റർവെല്ലിന് ശേഷം മമ്മൂക്കയുടെ ഒരു എൻട്രി ഉണ്ട് മക്കളെ. രോമണീറ്റി നിന്ന് പോയി. ഇത്രയും മികച്ച ഒരു ഇൻട്രോ സീന് മമ്മൂക്കയുടേത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. അമജാതിയായിട്ടായിരുന്നത്. ആ ഒരു മൊമെൻറ്റിലെ ആവേശം ഇതുവരെയും പോയിട്ടില്ല. നമുക്ക് സിനിമയെക്കുറിച്ച് യാതൊരു മുൻധാരണകളുമില്ല. ആരും ഈ ഒരു ചിത്രത്തിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഫസ്റ്റ് ഷോക്കാണ് കയറിയത്. ഇതെന്താണ് സംഭവിക്കുന്നത്, ഇത് സ്വപ്നമാണോ എന്നുള്ള തോന്നലുകളാണ് ഓരോ സീൻ പോകുന്തോറും എനിക്കുണ്ടായത്. ചിത്രത്തിലെ എന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ സീനും ഇതിലെ ഇൻട്രോ സീൻ തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ബോക്സ് ഓഫീസിൽ ഒരു ജയറാം ചിത്രം നേടുന്ന ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ ആവാൻ ചിത്രത്തിന് ഇന്ന് സാധിക്കും. ഇന്ന് മാത്രം ഈ ഒരു ചിത്രം ഏകദേശം 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. സിനിമ റിലീസ് ആവുന്നത് വരെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മമ്മൂക്കയുടെ യാതൊരുവിധ ഫോട്ടോസോ പോസ്റ്ററോ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. മമ്മൂക്ക ഉള്ള വിവരം ചില ആളുകൾക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ഇനി ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ മമ്മൂക്കയുടെ പോസ്റ്റർ പുറത്തു വിട്ടു. ഇനി വരും ദിവസങ്ങളിൽ മമ്മൂക്കയെ വെച്ചിട്ട് കൊണ്ടാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സിനിമ വലിയ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് വരുന്ന റിപ്പോർട്ടുകൾ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.